ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഒരു ചെറിയ ട്രാവലിംഗ് ഫുഡ് ബ്ലോഗാണ്. നമ്മളതാ ദേവുണ്ട്, ദേവയുണ്ട്, അഞ്ജന, ഞാൻ. നമ്മളിപ്പോൾ ഇത് പോകുന്നത് കൊല്ലം ജില്ലയിൽ പരവൂർ നെടുങ്ങൂലത്തുള്ള കരിയിലക്കള്ള് കള്ള് ഷോപ്പ്. അതിൻ്റെ പേരാണ് കരിയിലക്കള്ള് കള്ള് ഷോപ്പ്. ഫാമിലി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ പോകുന്നതിന്. ഉച്ചയ്ക്കാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ കൊല്ലം NH, ആറ്റിങ്ങൽ തിരുവനന്തപുരം കൊല്ലം NH വഴിയാണ് ഈ പോകുന്നത്. അപ്പോൾ കണ്ടാൽ തോന്നും ചെറിയ ഏതോ റോഡാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എല്ലാം NHൻ്റെ പണി നടക്കുകയാണ്. റോഡ് മൊത്തം നമ്മൾ മുമ്പ് കാണുന്ന കല്ല റോഡ് മൊത്തം വേറൊരു ലെവലാണ്. അവിടെ പണിയും ബ്ലോക്കൊക്കെയാണ്. നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദേവയും ഉണ്ട്. അവർക്കിവിടെ പാർക്ക് കാര്യങ്ങൾ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്, ഈ ഒരു റെസ്റ്റോറൻറ്റിലുണ്ട്. അപ്പോൾ വന്നപ്പോഴേ ഫുഡ് കഴിക്കാനല്ല, ആദ്യം രണ്ടുപേരും ഇതിലോട്ടാണ് കയറിയത്. ഒരു അരമണിക്കൂറോളമൊക്കെ ഇവിടെ കിടന്ന് കറങ്ങിയിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള സെക്ഷനിലോട്ട് നമ്മൾ തിരിഞ്ഞത്. അപ്പോൾ കള്ളും കൂടെ ഉള്ളതാണ്, കള്ള് ഷാപ്പും കൂടെയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു സീറ്റ് ഒഴിഞ്ഞ് ഞാൻ ആദ്യം പോയി ഒന്ന് സീറ്റ് പിടിച്ച്. അപ്പോൾ നമ്മളവിടെ വെയിറ്റിംഗ് ആണ്. അപ്പം പഴയ ഇരുന്നവരാരും മാറാത്തതുകൊണ്ട് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഇതിപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. നമ്മൾ ഊണ് തന്നെയാണ് കഴിച്ചത്. ഉച്ച ടൈം ആയതുകൊണ്ട് ഊണും, അതുപോലെ തന്നെ പോർക്കുണ്ട്, കക്കത്തോരൻ, പിന്നെ തലക്കറി, നെയ്മീൻ്റെ തലക്കറി, ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ഐറ്റം. നമ്മൾ കരിമീൻ കഴിക്കാമെന്നും കൂടിയാണ് കരുതി വന്നത്. പക്ഷേ കരിമീൻ കിട്ടിയില്ല. നമ്മളവിടെ എത്തിയപ്പോൾ കഴിഞ്ഞു. ആ സമയത്ത് അവിടെ ഫ്രൈ ആയിട്ടുള്ളത് ചെമ്പല്ലി ആയിരുന്നു. നമ്മളത് മേടിച്ചില്ല. അപ്പോൾ ബാക്കി നമ്മൾ ഏതാണ്ട് 3-4 ഐറ്റം നമ്മൾ ട്രൈ ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും അല്പം പിടിച്ചത്, ഇഷ്ടപ്പെട്ടത് പോർക്കും കക്ക റോസ്റ്റും ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റായിരുന്നു. തലക്കറിയും, പിന്നെ നമ്മളൊന്ന് മേടിച്ചത് താറാവ് റോസ്റ്റ്. അതെന്തോ ആർക്കും വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കള്ള് അരയെ മേടിച്ചിട്ടുള്ളൂ. 1/2 ലിറ്ററിൻ്റെ ഒരു കള്ള് മേടിച്ച് ഞാൻ മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഓവറോൾ ഫുഡ് ഓക്കെയാണ്. ഫുഡ് 1-2 ഐറ്റം നമുക്ക് പിടിച്ചില്ലെങ്കിലും ബാക്കിയെല്ലാം നോക്കുമ്പോൾ ഫുഡ് ഓക്കെ ആയിരുന്നു. ബഡ്ജറ്റും വലിയൊരു ഇതല്ല. തലക്കറിക്ക് 400 രൂപയായിരുന്നു റേറ്റ് വരുന്നത്. അതുപോലെ പോർക്ക് 300 പ്ലേറ്റ്. ഊണിന് 100 രൂപയാണ്, സാധാ ഊണും അതിലൊരു 3-4 ഐറ്റം സൈഡ് ഡിഷും കൂടെ വരും. പിന്നെ കക്കത്തോരൻ 150, പോർക്ക് 300, താറാവ് 300. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ റേറ്റ് വരുന്നത്. ആ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റായിട്ട് തോന്നിയില്ലെങ്കിലും ഇതാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. അപ്പോൾ അത് ഒരു 1/4 മണിക്കൂർ എടുത്തു ഒരുവിധം ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ട്. ഇവിടെ പലരും തളർന്ന് ഒരു സൈഡ് ഇരിപ്പായി. അവസാനം ഗ്ലാസ്സൊക്കെ വെച്ചാണ് കഴിച്ചു തുടങ്ങിയത്. കുറച്ച് നേരം പിടിച്ച് ഒന്നെല്ലാം ഫിനിഷ് ചെയ്ത് എടുക്കാൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ തന്നെ ബോട്ടിങ്ങിലോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അവിടുത്തെ ബോട്ടിങ് നമ്മൾ തിരക്കിയപ്പോൾ നല്ല റേറ്റുണ്ട്. അത് പ്രൈവറ്റ് റിസോർട്ടിൻ്റെ ഒരു ബോട്ടിങ് സെക്ഷനും കൂടെ ആയതുകൊണ്ട് ബോട്ടിങ്ങിനൊക്കെ നല്ല റേറ്റാണ് ചോദിക്കുന്നത്. നമ്മളവിടെ നിന്ന് നിൽക്കാൻ നിന്നില്ല, നിന്ന് കഴിച്ച് ഫിനിഷ് ചെയ്യാനുള്ള വെയിറ്റിങ്ങിലാണ്. ഒന്ന് കഴിച്ച് എല്ലാം റെഡിയായി. ഇവിടുന്ന് അടുത്ത സ്ഥലം അപ്പോഴേ നമ്മൾ മൊബൈലിൽ നോക്കി ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ മുമ്പ് വന്നിട്ടുള്ളതാണ്. ഒരുപാട് നാളായി, പക്ഷെ അവിടെ ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ വയ്യായിരുന്നു. നമ്മളിവിടുന്ന് അടുത്ത് തന്നെ പോകുന്നത് കാപ്പിൽ ബീച്ചാണ്. പരവൂർ കാപ്പിൽ ബീച്ചിൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. അവിടെ ഏതാണ്ട് അല്പം റേറ്റ് കുറവാണ്. നമ്മളവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ടൊരു
4:30 മണിയോളമായി. കുറച്ച് വെയിറ്റ് ചെയ്ത് ഒരു ബോട്ട് അവിടെ നിർത്തു. ഒരു 2 ഫാമിലി, ഒറ്റ ഫാമിലിക്ക് നമ്മൾ മാത്രം പോകണമെന്നുണ്ടെങ്കിൽ 1500 റേറ്റ്. അപ്പോൾ ഒരു ഫാമിലിയും കൂടെ വന്നതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ബോട്ട് എടുത്ത് പോയി. 750 വീതം ഷെയർ ചെയ്തു. അപ്പോൾ അതൊരു അരമണിക്കൂറാണ്. അരമണിക്കൂർ മൊത്തം അവിടെ മൊത്തം കറയും കാണാം. അതിൽ ഏറ്റവും രസമെന്ന് പറയുന്നത് ദേവയ്ക്ക് കിട്ടിയ സ്ഥലമെന്ന് പറയുന്നത് ഏറ്റവും ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ അവന് സ്റ്റിയറിങ് അവിടെ ഉണ്ട്. മെയിനായിട്ട് അവൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന, ബാക്കിൽ ഇരുന്ന് മോട്ടർ കൺട്രോൾ ചെയ്യുന്ന പുള്ളി ആൾ കാണുന്നില്ല. അവൻ വളയ്ക്കുന്നു, അവൻ ഓട്ടിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവ ഇരുന്ന് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ത്രില്ലിംഗ് ആയിരുന്നു. ഇതിൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് വിടേണ്ടി വന്നു. കാരണം ഭയങ്കര ലെങ്ത് ആകുമ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാരണം കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ വിട്ട് കളയണ ചെയ്താൽ. ഇതിപ്പോൾ നമ്മൾ ആ കായലിൽ തന്നെ ഉണ്ട്. കായലിൽ കുറഞ്ഞൊരു അരമണിക്കൂറും 30 മിനിറ്റ്, അങ്ങനെ ഒരു 35-40 മിനിറ്റോളം കായലിലൂടെ ബോട്ടിലിങ്ങനെ നടക്കുകയാണ്. ഒഴുകി നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ആ ദൂരത്ത് കാണുന്നത് പൊഴി മൂടിക്കിടക്കുകയാണ് കേട്ടോ. നമ്മൾ പോയ ദിവസം അവിടുത്തെ പൊഴി മൂടിക്കിടക്കുകയാണ്. അവിടെ ഇറങ്ങാൻ പറ്റും. ആ കായലിൻ്റെ സൈഡിൽ മൊത്തം കയാക്കിനൊക്കെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ഇറങ്ങുമ്പോൾ ആഴമില്ല. ആ ഒരു നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ, ആ മുട്ടോളം ഉള്ളതും അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ചും കൂടെ ഹൈറ്റ്, ആ രീതിയൊക്കെയുള്ളൂ. അത്ര ഹൈറ്റിലാണ് ഇവിടെ ഈ ഭാഗങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ യാത്ര. ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.